എല്ലാവർക്കും സ്വാഗതം. ഹൃദ്യം മലയാളത്തിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. എല്ലാവരും പരീക്ഷയുടെ ചൂടിലായിരിക്കും അല്ലേ? സെറ്റായാലും നെറ്റായാലും HSA ആയാലും ഒക്കെ ഇങ്ങനെ പുറകെ വരികയാണല്ലേ നമ്മുടെ കൂടെ. അപ്പോൾ അതെല്ലാവരും അതിനുവേണ്ടി ഇങ്ങനെ പ്രിപ്പറേഷനിലായിരിക്കും. എവിടെ നിന്നൊക്കെ നല്ല നല്ല ക്ലാസ്സുകൾ കിട്ടുമെന്ന് അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. പലരും പല ക്ലാസ്സുകൾക്കും ചേർന്നിട്ടുണ്ടാവും, ഓഫ്ലൈനായും ഓൺലൈനായും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും, ചേർന്നവർക്കും ചേരാത്തവർക്കും ഇനി പുതിയ വരാൻ പോകുന്നവർക്കും എല്ലാം ഹൃദ്യത്തിൻ്റെ ഈ ഒരു ക്ലാസ്സിലേക്കും ഇനിയുള്ള ക്ലാസ്സുകളിലേക്കും സ്വാഗതം. മലയാളത്തിലെ എല്ലാ വിഷയങ്ങളും ഓരോ ടീച്ചേഴ്സ് വെച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും നമ്മൾ ഹൃദ്യത്തിൽ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പടിപടിയായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ നടക്കുകയാണ്. നിങ്ങൾ മുൻ ക്ലാസ്സുകളൊക്കെ കണ്ടു കാണും, മറ്റ് ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സുകളൊക്കെ കണ്ടു കാണും. അപ്പോൾ ഇവിടെ ഞാൻ എടുക്കുന്നത്, നിലവിൽ ഇപ്പോൾ എടുത്തു തുടങ്ങുന്നത് മലയാള ചെറുകഥ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയട്ടെ. നമ്മളിവിടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ഈ ലിങ്കിൽ കയറിയിട്ട് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അംഗമാകാവുന്നതാണ്. നമ്മളുടെ ഇവിടെ മലയാളവുമായി ബന്ധപ്പെട്ട പരീക്ഷകളുടെ മുൻവർഷ ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. വളരെ ആധികാരികമായ രീതിയിൽ, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് രീതിയിലാണ് നമ്മളത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാമായിരിക്കും. എങ്കിലും താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ ആ ഗ്രൂപ്പിൽ കയറുക. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ച് പറയാം. എന്താണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മലയാള ചെറുകഥയാണ്. മലയാള ചെറുകഥ എന്ന് പറയുമ്പോൾ നമ്മൾ ചാടി വീഴും വാസനാവികൃതിയിലാണ് മലയാള ചെറുകഥ ആരംഭിക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ പിന്നോട്ട് പോവുകയാണ്. മലയാള ചെറുകഥയുടെ ലക്ഷണമൊത്ത ചെറുകഥ, ആദ്യത്തെ ചെറുകഥ നമുക്ക് പറയാം വാസനാവികൃതി തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടെ പിന്നോട്ട് പോകുന്നു. നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ആധികാരികമായി, വളരെ വിശദമായി, പക്ഷേ വളരെ ചെറിയ ക്ലാസ്സുകളിലൂടെ വളരെ ആഴത്തിലുള്ള പഠനമാണ് നമ്മളിവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ പഠിച്ചാലേ ഇനി കാര്യമുള്ളൂ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എവിടുന്നോ കിട്ടിയ കുറച്ച് ക്വസ്റ്റ്യൻസും കൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് പോയിട്ട് ഒന്നും നേടാൻ കഴിയുന്നില്ല, നമുക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ വളരെ ആധികാരികമായി തന്നെ പഠിക്കേണ്ടതുണ്ട്, വളരെ കാര്യക്ഷമമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. ഇനിയിപ്പോഴുള്ള ക്വസ്റ്റ്യൻസിൻ്റെ മോഡലൊക്കെ നെറ്റും സെറ്റും HSA ഒക്കെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട്, വളരെ നമ്മളെ കുഴപ്പിക്കുന്ന തരത്തിലുള്ള പല ചോദ്യങ്ങളുമാണ് നമ്മൾ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു നമ്മുടെ സ്വപ്നങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ ആളുകളാണ്. അപ്പോൾ നമ്മൾ മലയാള ചെറുകഥയുടെ എന്ന ടോപ്പിക്കും വളരെ ആഴത്തിൽ തന്നെ പഠിക്കാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ക്ലാസ് തുടങ്ങാം. ഒന്നുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്ലാസ്സിലേക്ക്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ആദ്യം തന്നെ പറയുന്നു, ഒരാൾ മറ്റ് ചിലരോട് ചെയ്യുന്ന നാദീദീർഘമായ സംവാദമാണ് ചെറുകഥ. വില്യം സരോയൻ്റെ ഒരു നിർവചനമാണ്. ഒരാൾ മറ്റ് ചിലരോട് ചെയ്യുന്ന നാദീദീർഘമായ സംവാദമാണ് ചെറുകഥ. വില്യം സരോയൻ, അമേരിക്കൻ എഴുത്തുകാരനായ വില്യം സരോയൻ, അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർവചനത്തോടു കൂടി തന്നെ നമുക്ക് ഈ ക്ലാസ് തുടങ്ങാം. അത് കഴിഞ്ഞ് എനിക്ക് പറയാനുള്ളത് 1842 ഹാത്തോണിൻ്റെ കഥകളെ വിമർശിച്ച് എഡ്ഗർ അലൻ പോ രചിച്ച ഉപന്യാസത്തിൽ കൂടിയാണ് ചെറുകഥ വ്യക്തമായി നിർവചിക്കപ്പെട്ടതും ഒരു ബോധന നവീകരണം തന്നെ സംഭവിച്ചതുമെന്ന് ചെറുകഥ ഇന്നലെ ഇന്ന് എന്ന പുസ്തകത്തിൽ M. അച്യുതൻ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? 1842 ഹാത്തോണിൻ്റെ കഥകളെ വിമർശിച്ച് എഡ്ഗർ അലൻ പോ രചിച്ച ഉപന്യാസത്തിൽ കൂടിയാണ് ചെറുകഥ വളരെ വ്യക്തമായി നിർവചിക്കപ്പെട്ടതും ഒരു ബോധന നവീകരണം തന്നെ സംഭവിച്ചതുമെന്ന് ഈ പുസ്തകത്തിൽ ചെറുകഥ ഇന്നലെ എന്ന് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, ചെറുകഥയെ പറ്റിയുള്ള നൂതന സങ്കല്പത്തിന് അടിത്തറ നൽകിയത് ബ്രാൻഡർ മാത്യൂസ് ആണ്. ആരാണ്? ചെറുകഥയെ പറ്റിയുള്ള നൂതന സങ്കല്പത്തിന് അടിത്തറ നൽകിയത് ബ്രാൻഡർ മാത്യൂസ് ആണ് അല്ലേ? നമ്മൾ മലയാള ചെറുകഥകളെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും നമുക്ക് ചെറുകഥ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. നോവൽ, ചെറുകഥ എന്ന് പറയുന്ന ഈ സാഹിത്യരൂപങ്ങളെല്ലാം തന്നെ വികാസം പ്രാപിച്ചത്, അല്ലെങ്കിൽ ഉദ്ഭവിച്ചത്, വികാസം പ്രാപിച്ചതൊക്കെ പാശ്ചാത്യ നാടുകളിലാണ്. അവരുടെ കൊളോണിയൽ സംവിധാനവും അത് കഴിഞ്ഞുണ്ടായിരുന്ന ഭാരതത്തിലേക്ക് വന്ന വൈദേശിക ശക്തികളും അതിനുശേഷമുണ്ടായ വൈദേശിക ഭാഷകളുടെ ഒരു ഇടപെടലൊക്കെയാണ് മലയാളത്തിലേക്കും ഈ ചെറുകഥ, നോവൽ എന്ന് പറയുന്ന സാഹിത്യ രൂപങ്ങളെ എത്തിച്ചതെന്ന് എല്ലാ പണ്ഡിതന്മാരും തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മലയാള ചെറുകഥയെ പറ്റി പറയുമ്പോൾ തന്നെയും നമ്മൾ എന്ത് ചെയ്യണം? ലോക ചെറുകഥയെ പറ്റി ഒന്ന് പറയാതെ പറയണം. കാരണം അങ്ങനെ പറയാതിരുന്നാൽ അതൊരു മലയാള ചെറുകഥയെ പറ്റി നേരെ നമ്മൾ പറയാൻ പോയാൽ അതിവിടെ എന്തെങ്കിലും ഒരു മിസ്സിങ് നമുക്കവിടെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ഈ ലോക ചെറുകഥയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി വരാം. അത് കഴിഞ്ഞ് നമുക്ക് മലയാള ചെറുകഥയിലേക്ക് കടക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്.
അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തി. ചെറുകഥയെ പറ്റിയുള്ള നൂതന സങ്കല്പത്തിന് അടിത്തറ നൽകിയത് ബ്രാൻഡർ മാത്യൂസ് ചെറുകഥയുടെ തത്വശാസ്ത്രം എന്ന പേരിൽ എഴുതിയ പ്രബന്ധത്തിൽ കൂടിയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം, ചെറുകഥയുടെ തത്വശാസ്ത്രം എഴുതിയത് ആര്? ചോദിക്കായിട്ടൊന്നുമില്ല അല്ലേ, എവിടുന്ന് വേണമെങ്കിലും ചോദിക്കാം. ചെറുകഥയുടെ തത്വശാസ്ത്രം എന്ന പേരിൽ പ്രബന്ധം എഴുതിയ ബ്രാൻഡർ മാത്യൂസ് ആണ്. അദ്ദേഹമാണ് നൂതന സങ്കല്പത്തിന്, ചെറുകഥയെ പറ്റിയുള്ള നൂതന സങ്കല്പത്തിന് അടിത്തറ പാകിയത്. പിന്നെ മറ്റൊരാളുടെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. നമുക്കറിയാം, നോവലും ചെറുകഥയും വളരെ വ്യത്യസ്തമായ രണ്ട് സാഹിത്യ രൂപങ്ങളാണ്. നോവലിനെയും ചെറുകഥയെയും വേർതിരിക്കുന്ന പ്രധാന ഘടകം രൂപമല്ല, ഉള്ളടക്കത്തിന്റെ ആശയത്തിന്റെ സ്വഭാവമാണ്. ഫ്രാങ്ക് ഒ കോണർ എന്ന ഒരു എഴുത്തുകാരൻ പറഞ്ഞാണ്, നോവലിനെയും ചെറുകഥയെയും വേർതിരിക്കുന്ന പ്രധാന ഘടകം രൂപമല്ല. ഒരിക്കലും ഒരു ചെറുകഥയെ വലിച്ചു നീട്ടി നമുക്ക് നോവലാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. നോവലിനെയും ചെറുകഥയെയും വേർതിരിക്കുന്ന പ്രധാന ഘടകം രൂപമല്ല, ഉള്ളടക്കത്തിന്റെ ആശയത്തിന്റെ സ്വഭാവമാണ് എന്ന് ആര് പറയുന്നുണ്ട്? ഫ്രാങ്ക് ഒ കോണർ എന്ന് പറയുന്നുണ്ട്. അതും ഒരു ചോദ്യമായി വന്നേക്കാം. നോവലിനെയും ചെറുകഥയും വേർതിരിക്കുന്ന പ്രധാന ഘടകം രൂപമല്ല, ഉള്ളടക്കത്തിന്റെ ആശയത്തിന്റെ സ്വഭാവമാണ് എന്ന് പറഞ്ഞത് ആര് എന്ന് ചോദിച്ചേക്കാം പരീക്ഷയ്ക്ക്. അപ്പൊ അതും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൂർവ്വരൂപങ്ങളെ പറ്റിയാണ്. ഈ ചെറുകഥ എന്ന് പറയുന്ന ഒരു സാഹിത്യ രൂപം അത് ഇന്ന് കാണുന്ന സാഹിത്യ രൂപത്തിലേക്ക് എത്താൻ കാരണമായ ചെറിയ ചെറിയ സാഹചര്യങ്ങൾ, അതിൻ്റെ മറ്റ് കഥകളും മറ്റ് കഥാരൂപങ്ങളും ഒക്കെ മാറി എങ്ങനെ ഇതൊന്നൊരു ചെറുകഥ എന്ന് പറയുന്ന രൂപത്തിലേക്ക് എത്തി എന്നതാണ് ചെറുകഥയുടെ പൂർവ്വരൂപങ്ങൾ. രസിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന കഥകൾ, രസിപ്പിക്കാൻ വേണ്ടി അല്ല, നമ്മൾ കൂട്ടുകാരൊക്കെ തമ്മിലിരിക്കുമ്പോൾ ചില കഥകൾ നമ്മൾ ഉണ്ടാക്കിയും കേട്ടതും അല്ലെങ്കിൽ സിനിമാ കഥകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കഥകളൊക്കെ പറയാറില്ല, അതുപോലത്തെ രസിപ്പിക്കുവാൻ വേണ്ടി പറയുന്ന കഥകൾ. പിന്നെ തത്വബോധന കഥകൾ അല്ലേ, അത് കഴിഞ്ഞ് ആത്മീയ തത്വങ്ങളെ നിവേദിപ്പിക്കുന്ന കഥകൾ, ആത്മീയ തത്വങ്ങൾ, ഉദാഹരണത്തിന് ബൈബിൾ കഥകൾ, നല്ല നല്ല ചിന്തകളും നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കഥകൾ. പിന്നെ എന്താണ്? ഗുണപാഠത്തിനായി ഉപകരിക്കുന്ന കഥകൾ. അത് നിങ്ങൾ നോട്ട് ചെയ്യണം. ഗുണപാഠത്തിനായി ഉപകരിക്കുന്ന കഥകളെയാണ് പാരബിൾ കഥകൾ എന്ന് പറഞ്ഞിരുന്നത്. ഗുണപാഠത്തിനായി ഉപകരിക്കുന്ന കഥകളെ പാരബിൾ കഥകൾ എന്ന് പറയുന്നു. ഇത്തരം ഗുണപാഠത്തിന് ഉപയോഗിക്കുന്ന കഥകളിൽ പക്ഷിമൃഗാദികൾ പാത്രങ്ങളാകുമ്പോൾ അതിനെ ഫേബിൾ എന്ന് പറയാറുണ്ട്, ഫേബിൾ കഥകൾ. അതുപോലെ തന്നെ പുരോഹിതന്മാർ മതപാഠങ്ങൾ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കഥകൾക്ക് എക്സംപ്ല എന്ന് പറയാറുണ്ട്. എന്താണ്? പുരോഹിതന്മാർ മതപാഠങ്ങൾ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കഥകൾക്ക് എക്സംപ്ല എന്ന് പറയാറുണ്ട്. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളൊരു സാഹിത്യരൂപത്തെ പരിചയപ്പെടുമ്പോൾ അത് എവിടെ നിന്നോ സാഹിത്യരൂപം ഉണ്ടായി, അതിൻ്റെ വികാസം എങ്ങനെയാണ്, അതിൻ്റെ വളർച്ച എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയാണ്, ആ ഒരു പൂർണ്ണത ലഭിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ഇവിടെ പറയുന്നത്. ഇനിയാണ് മധ്യകാലങ്ങളിൽ ഫ്രാൻസിൽ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു കഥാരൂപമാണ് ഫേബ്ലിയോ. അത് പദ്യത്തിൽ എഴുതുന്ന ഒരു തമാശ കഥയാണ് ഫേബ്ലിയോ. മധ്യകാലങ്ങളിൽ ഫ്രാൻസിൽ പ്രത്യക്ഷപ്പെട്ട മറ്റൊരു കഥാരൂപമാണ് ഫേബ്ലിയോ. ഇനി നമുക്ക് നമ്മുടെ ഭാരതത്തിലേക്ക് വരാം. മതി. പാശ്ചാത്യ നാടുകളിൽ നമുക്കറിയാം പല കഥകളും അല്ലെ, പല കഥാരൂപങ്ങളും പല രീതിയിലുള്ള കഥാരൂപങ്ങളൊക്കെ ഉണ്ടായതിന് ഈ മതവുമായി ബന്ധപ്പെട്ട തത്വബോധന കഥകൾ തന്നെയാണ് പ്രധാനമായിട്ടും സാഹചര്യങ്ങൾ ഒരുക്കിയത് എന്ന് നമ്മൾ ചെറുകഥ ഇന്നലെ ഇന്ന് പോലെയുള്ള പുസ്തകങ്ങളിൽ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കടക്കുന്നത് ചെറുകഥ സങ്കല്പം ഭാരതീയ പശ്ചാത്തലത്തിലാണ്. ഭാരതീയ പശ്ചാത്തലത്തിൽ ചെറുകഥകൾ ഉദ്ഭവിക്കാനുണ്ടായ മറ്റ് സാഹിത്യ രൂപങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഗുണാഠ്യന്റെ ബൃഹൽകഥാ പരമ്പര, വേതാള പഞ്ചവിംശതി, ശുഗസപ്തതി, വിക്രമാദിത്യ ചരിതം, ദശകുമാരചരിതം, ദണ്ഡിയുടെ ദശകുമാരചരിതം, പിന്നെ വരുന്ന പഞ്ചതന്ത്ര കഥകൾ, ഈസോപ്പ് കഥകൾ, ഇത്തരം കഥകളൊക്കെ തന്നെ ഇതിൽ നിറഞ്ഞു നിന്ന, ഈ കൃതികളിലൊക്കെ നിറഞ്ഞു നിന്ന ചെറിയ കഥകളൊക്കെ തന്നെ ഭാരതത്തിൽ ചെറുകഥയെ വളർത്തുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഗ്രന്ഥകാരന്മാർ, എഴുത്തുകാർ പറയുന്നത്. ഇനി മറ്റൊരു കാര്യമുണ്ട്. പഞ്ചതന്ത്ര കഥകൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഫേബിൾസ് ഓഫ് ബിഡ്പായ് എന്ന പേരിലാണ്. നോട്ട് ചെയ്ത് വെക്കുക. പഞ്ചതന്ത്ര കഥകൾ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഫേബിൾസ് ഓഫ് ബിഡ്പായ് എന്ന പേരിലാണ്. ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ച് എഴുതണം. ഇവയെല്ലാം തന്നെ ശ്രദ്ധേയമായ കഥാസൃഷ്ടികളാണ്. ഈ ശ്രദ്ധേയമായ ഈ കഥാസൃഷ്ടികളൊക്കെ തന്നെ ഭാരതീയത്തിൽ ചെറുകഥകൾ രൂപപ്പെടുന്നതിന് വളരെ അനുകൂലമായ സാഹചര്യം ഒരുക്കിയ കൃതികളാണ് എന്നറിയണം. ഇനി നമുക്ക് ചെറുകഥ മലയാളത്തിലേക്ക് വരാം. ഈ ക്ലാസ് എത്രമാത്രം നീണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് എത്തുന്നത് വരെ ഞാൻ ഈ ക്ലാസ് നീട്ടും. സദയം എല്ലാവരും സഹകരിക്കുക. ചെറുകഥ മലയാളത്തിൽ കോട്ടയം CMS പ്രസ് 1824 ചെറു പൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കൃതികളുണ്ട്.
മലയാള ചെറുകഥയുടെ പറ്റി പറയുമ്പോൾ മലയാള ചെറുകഥയുടെ ഏറ്റവും തുടക്കം, ഒരു ആദ്യാങ്കുരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെയാണ്? കോട്ടയം CMS പ്രസ് 1824 ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കൃതികളുണ്ടായി. അത് കഴിഞ്ഞ് 1821 അത് വേറൊന്നുമല്ല, ഞാൻ നോട്ട് ചെയ്ത് വെച്ചത്, നമ്മളിപ്പോൾ ഇവിടെ CMS പ്രസ്സിനെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ CMS പ്രസ് എന്താണ്, എവിടെ തുടങ്ങി, എപ്പോൾ തുടങ്ങി എന്നും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു നോട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ചെറുകഥയെ പറ്റി പഠിക്കുമ്പോൾ അത് ചെറുകഥയെ പറ്റി മാത്രം പറഞ്ഞു പോകാതെ അത് വന്ന പ്രസിദ്ധീകരണങ്ങൾ, ആ പ്രസിദ്ധീകരണത്തിൻ്റെ വർഷമൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോയാൽ പിന്നീട് നമുക്കത് എന്തെങ്കിലും ഉപകരിക്കും, തീർച്ചയായും ഉപകരിക്കും. ഇതൊക്കെ വേറെ ഒരു ടോപ്പിക്കായിട്ട് എടുക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യത്തെ പ്രസിദ്ധീകരണം അങ്ങനെയൊക്കെ അത് വേറെ ടോപ്പിക്കായിട്ട് തന്നെ നമ്മൾ പഠിക്കും. പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. 1821 ബെഞ്ചമിൻ ബെയ്ലി എന്ന ഇംഗ്ലീഷുകാരനായ മിഷണറി സ്ഥാപിച്ച CMS പ്രസ് കേരളത്തിലെ ആദ്യത്തെ മുദ്രണാലയമാണ്. എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക, പഠിച്ചു വെക്കുക. 1821 ബെഞ്ചമിൻ ബെയ്ലി CMS പ്രസ് സ്ഥാപിക്കുന്നത്. അതിൽ 1824 ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്നും പരിഭാഷപ്പെടുത്തിയ കൃതികൾ വരുന്നത്. മലയാളത്തിലെ ആദ്യത്തെ ആനുകാലികവും പത്രവുമായി കണക്കാക്കപ്പെടുന്ന രാജ്യസമാചാരത്തിൽ 1847 ഡിസംബർ ലക്കത്തിൽ ഒരു കുട്ടിയുടെ മരണം എന്നൊരു കഥ പ്രസിദ്ധീകരിച്ചിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ ആനുകാലികവും പത്രവുമായി കണക്കാക്കപ്പെടുന്ന രാജ്യസമാചാരത്തിൽ 1847 ഡിസംബർ ലക്കത്തിൽ ഒരു കുട്ടിയുടെ മരണം എന്ന് പറയുന്ന ഒരു കഥ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് കഴിഞ്ഞ് 1848 ഫെബ്രുവരി ലക്കത്തിൽ വിഷത്തിന് മരുന്ന് എന്ന് പറയുന്ന ഒരു കൃതിയും ഒരു കഥയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. രാജ്യസമാചാരത്തിൽ 1847 ഡിസംബർ ലക്കത്തിൽ ഒരു കുട്ടിയുടെ മരണവും 1848 ഫെബ്രുവരി ലക്കത്തിൽ വിഷത്തിന് മരുന്ന് എന്ന് പറയുന്ന ഒരു കഥയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യം കാലഘട്ടങ്ങളിലൂടെ എരുമേലി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ ഒരു ഡാറ്റ എടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് ബാസൽ മിഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജർമ്മൻ പൗരനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ 1847 ജൂൺ മാസത്തിലാണ് ആദ്യ ലക്കം രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത്. നോട്ട് ചെയ്ത് വെക്കുക. ബാസൽ മിഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ജർമ്മൻ പൗരനായ ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ടാണ് തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ 1847 ജൂൺ മാസത്തിൽ ആദ്യ ലക്കം രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചത്. അത് കഴിഞ്ഞ് ജ്ഞാനനിക്ഷേപത്തിൽ 1849 ആഗസ്റ്റിൽ ആനനെയും തുന്നനെയും കുറിച്ചുള്ള കഥ വന്നിട്ടുണ്ട്. ജ്ഞാനനിക്ഷേപത്തിൽ 1849 ആഗസ്റ്റിൽ ആനയെയും തുന്നനെയും കുറിച്ചുള്ള ഒരു കഥ വന്നിട്ടുണ്ട്. മതനിരപേക്ഷമായ ആദ്യ കഥ ഇതായിരിക്കാം. നമ്മൾ പറഞ്ഞ കഥകളെല്ലാം, ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാ കഥകളും തന്നെ മതത്തെ അടിസ്ഥാനപ്പെടുത്തിയോ മിഷണറിമാർ മതപ്രചരണാർത്ഥമോ എഴുതിയ കഥകളാണ്, പ്രസിദ്ധീകരിച്ച കഥകളാണ്. പക്ഷേ ജ്ഞാനനിക്ഷേപത്തിൽ 1849 ആഗസ്റ്റിൽ ആനനെയും തുന്നനെയും കുറിച്ചുള്ള കഥ മതനിരപേക്ഷമായ ആദ്യ കഥ ഇതായിരിക്കാമെന്ന് ഡോക്ടർ KS രവികുമാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇനി നമുക്ക് ജ്ഞാനനിക്ഷേപത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. കോട്ടയത്ത് ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ ഉടമസ്ഥതയിൽ 1848 പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാളത്തിലെ മൂന്നാമത്തെ ആനുകാലികമാണ് ജ്ഞാനനിക്ഷേപം. അപ്പോൾ ചെറുകഥയെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ചെറുകഥയെ പറ്റി പറയുമ്പോൾ നമുക്ക് വെറുതെ ചെറുകഥ എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച മാസികകൾ നോക്കേണ്ടി വരും, അവയുടെ വർഷം നോക്കാം. നമുക്കറിയാം ഇന്നത്തെ പരീക്ഷയുടെ സംഭവം അനുസരിച്ച്, പരീക്ഷയുടെ ഒരു മോഡൽ അനുസരിച്ച് ഒരു സംഭവത്തിൻ്റെ ഒരു കഥ വന്നാൽ ആ കഥ എഴുതിയ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പ്രസിദ്ധീകരിച്ച മാസിക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇവയൊക്കെ വർഷവും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കാലക്രമത്തിലാണ് അടയാളപ്പെടുത്താൻ ചോദിക്കുന്നത് അല്ലേ. കഥയായിക്കോട്ടെ, കവിതയായിക്കോട്ടെ, നോവലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ചോദ്യം വന്നാൽ കാലക്രമത്തിലാണ് ഇവർ അടയാളപ്പെടുത്താൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഇത് എന്ന് പ്രസിദ്ധീകരിച്ചു, എവിടെ പ്രസിദ്ധീകരിച്ചു എന്നൊക്കെ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മളിവിടെ ഉള്ളത് പഠിക്കുന്നത്. അപ്പോൾ കോട്ടയത്ത് ചർച്ച് മിഷണറി സൊസൈറ്റിയുടെ ഉടമസ്ഥതയിൽ 1848 പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാളത്തിലെ മൂന്നാമത്തെ ആനുകാലികമാണ് ജ്ഞാനനിക്ഷേപം. അപ്പോൾ ഒരു ചോദ്യം വരും, അപ്പോൾ ആദ്യത്തെ രണ്ടെണ്ണം ഏതായിരുന്നു? നമ്മളത് കണ്ടുപിടിച്ചേ പറ്റുമല്ലേ. അപ്പോൾ അത് ആ മൂന്നാമത്തെ എന്ന് പറഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോയാൽ ആ 1, 2 അവിടെ ഇപ്പോൾ ബ്ലാങ്ക് ആയി കിടക്കും. അറിയുന്നവർക്കറിയാം, പക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ലല്ലോ. ചിലർക്ക് അത് ബ്ലാങ്ക് ആയി കിടക്കും. അപ്പോൾ ഈ 1, 2 ഏതായിരുന്നു? അപ്പോൾ ഞാൻ തൊപ്പി, ഈ 1, 2 ഏതാണ്? ഒന്നാമത്തത് രാജ്യസമാചാരമാണ്. 1847 ജൂണിൽ ഹെർമൻ ഗുണ്ടർട്ടാണ് അത് സ്ഥാപിച്ചത്. രണ്ടാമത്തെ പശ്ചിമോദയം 1847 തന്നെയാണ്, ഒക്ടോബറിൽ തുടങ്ങി, അതും ഹെർമൻ ഗുണ്ടർട്ട് തന്നെയാണ്. മൂന്നാമത്തേതാണ് ജ്ഞാനനിക്ഷേപം. 1848 നവംബർ 1 ബെഞ്ചമിൻ ബെയ്ലി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനോടെ മാറിയല്ലോ. അപ്പോൾ അടുത്തത് നോക്കാം. 1860
ഹെർമൻ ഗുണ്ടർട്ട് മദിരാശി ഗവൺമെന്റിനു വേണ്ടി പ്രസിദ്ധീകരിച്ച മലയാളം പാഠമാലയിലെ കൃതികൾ. 1860 ഹെർമൻ ഗുണ്ടർട്ട് മദിരാശി ഗവൺമെന്റിനു വേണ്ടി പ്രസിദ്ധീകരിച്ച മലയാളം പാഠമാലയിലെ കൃതികൾ. എല്ലാവരും വെറുതെ കേട്ടിരിക്കാതെ, നിങ്ങൾക്കറിയാം അവിടെ നോട്ട് കൃത്യമായി പുറകിലുണ്ട്. നിങ്ങളുടെ പുറകിൽ കൃത്യമായി, എൻ്റെ പുറകിൽ കൃത്യമായി നോട്ട് അവിടെ കാണിക്കുന്നുണ്ട്. കൃത്യമായി അത് എഴുതിയെടുക്കുക. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് എഴുതിയെടുക്കുക. കൃത്യമായി പഠിച്ചു പോവുക. 1867 കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ തയ്യാറാക്കിയ പാഠാവലിയിലും കഥകളുണ്ട്. അപ്പൊ തമ്പുരാനെ പറ്റി പറയുമ്പോൾ വേറൊരു കാര്യം കൂടെ ഇമ്പോർട്ടന്റ് ആണ്. 1867 തമ്പുരാൻ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി മെമ്പർ ആകുന്നത്. 1867 തമ്പുരാൻ ടെക്സ്റ്റ് കമ്മിറ്റി മെമ്പർ ആകുന്നു. 1868 ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റി അധ്യക്ഷനാകുന്നത്. അതും ഇമ്പോർട്ടന്റ് ആണ്. ആ വർഷവും ഇമ്പോർട്ടന്റ് ആണ്. 1867 തമ്പുരാൻ ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിയുടെ മെമ്പറും 1868 ആണ് അദ്ദേഹം അതിന്റെ അധ്യക്ഷനുമാകുന്നത്. അപ്പോൾ 1867 അദ്ദേഹം തയ്യാറാക്കിയ പാഠാവലിയിലും എന്തുണ്ടായിരുന്നു? കഥകൾ ഉണ്ടായിരുന്നു. 1873 എഴുതിയത് ആരാണെന്ന് ഇന്നും നിശ്ചയമില്ലാത്ത അയൽക്കാരനെ കൊന്നവന്റെ കഥ എന്നൊരു കഥയും വന്നിട്ടുണ്ട്. അത് ആ ഒരു പേര് ഓർത്തിരിക്കുക. 1873 എഴുതിയത് ആരാണെന്ന് ഇന്നും അറിയാത്ത അയൽക്കാരനെ കൊന്നവന്റെ കഥ എന്ന് പറഞ്ഞൊരു കഥയും വന്നിട്ടുണ്ട്. 1881 മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയായ വിദ്യാവിലാസിനിയുടെ 1-ാം ലക്കത്തിൽ തന്നെ ഒരു കല്ലൻ എന്ന കഥ ഇറങ്ങിയിട്ടുണ്ട്. 1881 മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയായ വിദ്യാവിലാസിനിയുടെ 1-ാം ലക്കത്തിൽ തന്നെ ഒരു കല്ലൻ എന്ന കഥ എഴുതിയിട്ടുണ്ട്. ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ജപ്പാൻ ദ്വീപിൽ ഒരിക്കൽ എന്ന് തുടങ്ങുന്നു. ആ കഥ തുടങ്ങുന്നത് ജപ്പാൻ ദ്വീപിൽ ഒരിക്കൽ എന്നാണ്. ഇനി നമുക്ക് വിദ്യാവിലാസിനിയെ പറ്റി കുറച്ചൊന്ന് നോക്കാം. 1881 തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച മാസികയാണ് വിദ്യാവിലാസിനി. ഇത് മലയാളത്തിലെ ആദ്യത്തെ സാഹിത്യ മാസികയായി കണക്കാക്കപ്പെടുന്നു. അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ വിശാഖം തിരുനാൾ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ, ദിവാൻ രാമയ്യങ്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇത് ആരംഭിച്ചത്. നമ്മൾ മലയാള ചെറുകഥയെ പറ്റി പറഞ്ഞിട്ടിപ്പോ ഒരുപാട് ചെറുകഥകളെ പറ്റി പറഞ്ഞു അല്ലേ? നമ്മൾ ഇതുവരെ എന്തെത്തില്ല. നമുക്കൊക്കെ അറിയുന്ന വാസനാവികൃതി എന്ന് പറയുന്ന മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ ചെറുകഥയിലേക്ക് എത്തിയിട്ട് പോലുമില്ല നമ്മൾ. അതിനു മുമ്പ് തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഈ ക്ലാസ്സിൽ ഇന്ന് ഇത്രേ പറയുന്നുള്ളൂ. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് മലയാള ചെറുകഥയുടെ മറ്റ് വികാസങ്ങളെ പറ്റിയും ആ ഒരു സമ്പന്നമായ കാലത്തെ പറ്റിയൊക്കെ നമുക്ക് പറയാം. ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് ചെറുകഥ എന്ന് പറഞ്ഞു. ചെറുകഥയുടെ നിർവചനങ്ങൾ, ചെറുകഥയുടെ പൂർവ്വരൂപങ്ങൾ, പിന്നെ ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ ചെറുകഥ എങ്ങനെ എത്തി, പിന്നെ അത് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് ചെറുകഥയുടെ ആദ്യാങ്കുരങ്ങൾ എപ്പോൾ എത്തി, എങ്ങനെ എത്തി, എവിടെ എത്തി എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെച്ചു. ഈ ക്ലാസ്സിൽ ഇത്രയും മതി. നമുക്ക് മറ്റ് വരുന്ന ക്ലാസ്സുകളിൽ ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് ചർച്ച ചെയ്യാം, ഡീപ്പായിട്ട് പഠിക്കാം. എല്ലാവരും കൂടെ തന്നെ നിൽക്കുക, കട്ടയ്ക്ക് നിൽക്കുക. എല്ലാവരും നന്നായിട്ട് പഠിച്ചു തന്നെ പോവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ നമുക്ക് കമന്റായി അറിയിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മലയാളം പഠിക്കാൻ, മലയാളം പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.